കീം അലൈഡ് കോഴ്സുകളിലേക്കുള്ള സ്ട്രേ വേക്കൻസി റൗണ്ടാണ് ഇനി വരുന്നത്. ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇനി അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. കീം അലൈഡിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റുന്ന ആരാന്ന് വെച്ചാൽ ആക്ച്വലി നീറ്റ് ക്വാളിഫൈഡ് ആർക്കും പങ്കെടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് സ്ട്രേ റൗണ്ടിൽ എക്സെപ്റ്റ് തേർഡ് റൗണ്ടിൽ നിങ്ങൾ തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സീറ്റ് ഹോൾഡ് ചെയ്തേക്കുന്ന ആളാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റത്തേ. അത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ ഒരു കോളേജ് അലോട്ട് ആയി എന്നാൽ നമ്മൾ പോയി ജോയിൻ ചെയ്തില്ല, അങ്ങനെയുള്ളവർക്കും സ്ട്രേയിൽ പങ്കെടുക്കാം. തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഒരു സീറ്റ് ഹോൾഡ് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് അലോട്ട് ആയിട്ട് നിങ്ങൾ എടുത്തില്ല. അതായത് ഏതൊരു അവർ കോളേജ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അലോട്ട് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. ഈ രണ്ട് കാറ്റഗറിക്കാർക്കും പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഈവൻ ദോ നിങ്ങൾക്ക് കീം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 3-ാം തീയതി ഒരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്ട്രൈക്കും നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് SC ഡോക്യുമെൻറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ റെക്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്താൽ മതി. പുതിയതായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമുക്കത് പുതിയ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും കിട്ടിയിട്ട് നമുക്ക് റെക്ടിഫൈ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അപ്പോൾ ഏത് മാർക്കുകാർക്കും ഇപ്പോൾ ഇതുവരെ നിലവിൽ സീറ്റ് കിട്ടാൻ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ടും സ്ട്രേയിൽ നല്ലൊരു കോളേജിലേക്ക് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ BAMSന് സീറ്റ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൗൺസിലിംഗ് ഹെൽപ്സ് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.